ആ, അപ്പം തൊടുപുഴയിലെ ജോസഫ് സാറും അതുപോലെ തന്നെ റെജിയും ഒക്കെ ഈ പ്രാർത്ഥന ധ്യാനം ഇവയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം ഒരു അതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടത്തക്ക രീതിയിൽ ഉള്ള ഒരു പിന്നെ അനുഭവത്തിലൂടെ ഉള്ള ഒരു ഷെയറിംഗ് ആണ് കഴിഞ്ഞത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് എന്നൊന്നും ഒത്തിരി വ്യത്യസ്തവുമല്ല. അപ്പം 3 കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. 3 കാര്യങ്ങൾ: പ്രാർത്ഥന, അതുപോലെ തന്നെ ധ്യാനം, ആത്മീയത. അപ്പൊ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഈ പ്രാർത്ഥനയെ കുറിച്ചിട്ടൊരു കാഴ്ചപ്പാട് പിന്നെ പൊതുവെ എല്ലാവർക്കും ഉണ്ടാകും. കാരണം എല്ലാവരും തന്നെ പൊതുവെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതവുമായി ബന്ധപ്പെട്ട് ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് പൊതുവെ എല്ലാവരും തന്നെ. പലർക്കും അതിന്റെ ശരിയായ രീതിയിൽ അത് കണ്ടെത്തുവാനോ അത് അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ കഴിയാതെ പോയി എന്നുള്ള ഒരു പ്രശ്നം ഒരു മധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മള് മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു പിന്നെ കാര്യമായിട്ടാണ് പൊതുവെ പ്രാർത്ഥനയെ കണ്ടിരുന്നത്. പക്ഷെ നമ്മളെ ആൽക്കഹോൾസ് അനോണിമസിൽ വന്നപ്പോഴ് മൂന്നാമത്തെ പടിയിലെ പ്രാർത്ഥന സെറനിറ്റി പ്രെയർ ആണെങ്കിലും, അതുപോലെ തന്നെ 7-ാം പടിയിലെ പ്രാർത്ഥനയാണെങ്കിലും 11-ാം പടിയിലെ പ്രാർത്ഥനയാണെങ്കിലും ഒന്നും ദൈവത്തോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല. കാരണം ഇത് എനിക്കൊരു രസകരമായൊരു അനുഭവം ഉണ്ടായി ഒരു പ്രാവശ്യം. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും എന്നോട് പറഞ്ഞു, ഞാനൊരു 25,000 രൂപ പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അയാൾ ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഒരുത്തനൊരു 3 ലക്ഷം രൂപ തരാറുണ്ട്, അവൻ തരുവോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണേലും പൈസ പള്ളിക്ക് കൊടുക്കാൻ നിൽക്കട്ടെ, കാരണം അതിനേക്കാളും ചെറിയ പൈസക്ക് ഇത് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റുമോ നമുക്ക് ആലോചിക്കാം എന്ന് ഞാൻ തമാശയായിട്ട് പുള്ളിയോട് പറഞ്ഞു. കാരണം ഈ പ്രാർത്ഥനയെ കുറിച്ച് ഒരു പക്ഷേ ഒരു മതപരമായ ഒരു കാഴ്ചപ്പാട് അതാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ചില റെക്കമെൻഡേഷനുകൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ അതിനെ കാണുന്നതാണ് ഒരു പ്രാർത്ഥന എന്ന് ഒരു തെറ്റിദ്ധാരണ ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. അപ്പൊ ഞാനൊരു ദിവസം ഈ വീട്ടില് ഞാൻ ഈ പ്രാർത്ഥനയിലൊന്നും കൂടാറില്ല. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. വീട്ടിൽ അമ്മയുള്ളപ്പോ കാലം അത്രയും ഇപ്പോഴും പ്രാർത്ഥന സന്ധ്യക്ക് ചെല്ലും. അപ്പൊ ഒരു ദിവസം ഞാന് വലിയ പൂസൊന്നും ഇല്ലാതെ കൊണ്ട് ഈ പ്രാർത്ഥനയൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തി. എന്താന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണഗതിയിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം കുടിച്ച് ഒന്നും കൂടെ തിരിച്ചൊക്കെ പോയി കുടിച്ചിട്ടൊക്കെയാണ് തരാറുള്ളത്. അന്ന് ഞാനൊരു 8 മണിയായപ്പോൾ വീട്ടിലെത്തി. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞ സമയമാണ്. അപ്പൊ ഞാൻ എന്താണെങ്കിലും എന്നാ പിന്നെ വലിയ ചൂടൊന്നുമില്ല, ആടുന്നൊന്നുമില്ല. എന്നാ പിന്നെ അപ്പച്ചൻ എന്നാണ് പറഞ്ഞത്, ചാച്ചൻ ഒന്ന് സ്തുതി ചൊല്ലിയേക്കാന്ന് വിചാരിച്ച് ഞാൻ ഒരു മുറിയില് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് എല്ലാരും ഇങ്ങനെ സ്തുതി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും പോയിട്ട് അപ്പച്ചന്റെ അടുത്ത് പോയിട്ട് സ്തുതി ചൊല്ലി. അപ്പൊ ഞാനിങ്ങോട്ട് തിരിഞ്ഞപ്പം അമ്മയോട് ഇങ്ങനെ അല്പം പതിഞ്ഞ സ്വരത്തിൽ പറയുന്നതാണ് ഞാൻ കേട്ടത്, അവന് കുടിക്കാൻ പൈസ തികയുന്നുണ്ടാവൂല. എന്ന് പറഞ്ഞാല് ഞാൻ ഈ സ്തുതി ചൊല്ലിയതിന്റെ അർത്ഥം ഞാൻ പൈസ എന്തോ ചോദിക്കാൻ പോവുകയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്തുതി ചൊല്ലിയതെന്നാണ് ചാച്ചൻ പറഞ്ഞതിന്റെ ഒരു പൊരുള്. അപ്പൊ പലപ്പോഴും ഈ പ്രാർത്ഥനയെ കുറിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള ചില ധാരണകളാണ് ഏതൊരാൾക്കും ഉണ്ടാകുക. എല്ലാവർക്കും അങ്ങനെ ആകണം എന്നല്ല, പക്ഷെ എന്നാലും അത്തരം ഒരു ചില തെറ്റിദ്ധാരണകളൊക്കെയാണ് നമ്മൾ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ആൽക്കഹോൾസ് അനോണിമസിൽ വന്ന് പ്രാർത്ഥനയെ കുറിച്ച് എന്താണ് പ്രാർത്ഥന, അത് 11-ാമത്തെ പടിയിൽ അത് വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് അറിയുവാനും അത് നടത്തി കിട്ടുവാനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ്. അതായത് ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് അറിയുവാനും അത് നടത്തി കിട്ടുവാനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ മനസ്സ് മാറ്റിയല്ല. സാധാരണ നമ്മൾ ഈ സിനിമയ്ക്ക് പൊക്കോട്ടെ എന്നൊക്കെ പിള്ളേർ ചോദിക്കാറുണ്ട്. അപ്പം ആദ്യമൊന്നും നമ്മൾ സമ്മതിക്കുകയില്ല, പിന്നെ ലേശം നേരം കരയും, പിന്നെ ചോദിക്കും, വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് അലിയും. അപ്പൊ നമ്മൾ എന്നാ പിന്നെ പൊക്കോ എന്നുള്ള അനുവാദം നമ്മൾ നൽകും. ഇത്തരത്തില് ദൈവത്തിന്റെ അടുത്ത് വേഷം കെട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം
ദൈവം അത്തരത്തിലുള്ളൊരു വികാരജീവിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പം യഥാർത്ഥത്തില് നമ്മൾ ഒരു പിതാവിന്റെ സ്ഥാനത്ത് ഈശ്വരനെ കാണുന്നുണ്ടെങ്കിൽ, ഈശ്വരൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ആപേക്ഷികമായിട്ടാണ്. അത് ദൈവമെന്നോ ഈശ്വരനെന്നോ എന്നേക്കാൾ വലിയ ഒരു ശക്തി എന്നോ ഏത് തരത്തിൽ വേണമെങ്കിലും അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്ന വാക്കുകൾ ഓരോരുത്തരും അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പിതാവുമായിട്ട് ഉള്ള ഒരു നല്ല ബന്ധം നിലനിർത്തണം. എൻ്റെ ഭവനത്തിൽ ഞാൻ സ്വീകാര്യനായിരിക്കണം. എൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകുവാന് എന്നെ സഹായിക്കുക. അതെന്താണ്? എനിക്ക് തോന്നുന്നു ഏതൊരു മകനും അവന്റെ പിതാവിന് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് അറിയാത്ത ഒരു മകനും ഈ ലോകത്തിലില്ല. എനിക്ക് മനസ്സിലായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ സഹജീവികളോട്, അതായത് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എനിക്കത് അനുഭവമുണ്ട്. കാരണം അത് ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും അതൊരു നമ്മൾ പലപ്പോഴും ഒരു പിതാവ് പുത്രൻ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത്. കാരണം നമുക്കതേ അറിയാവുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എൻ്റെ പിതാവിന് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ഉണ്ടായിരുന്നത് ഞങ്ങൾ സഹോദരന്മാർ തമ്മിൽ വഴക്കടിക്കുമ്പോഴായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായി ചെയ്യേണ്ട കാര്യം, ഞാൻ എൻ്റെ സഹോദരന്മാരോട് വഴക്കടിക്കരുത്. കാരണം അത് അദ്ദേഹത്തെ വല്ലാതെ ഉത്കണ്ഠാകുലനാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഹോദരന്മാർ തമ്മിൽ രമ്യതയിൽ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഒരിക്കൽ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ 5 സഹോദരന്മാരാണ്, അതിൽ ഒരാൾ അല്പം പിന്നോക്ക അവസ്ഥയിൽ ആണ് ഉള്ളത്. അതായത് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും അല്പം പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും വർഷം മുമ്പ് എന്നെ കാണാനായി വന്നപ്പോൾ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നീ അവന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. അതാണ് പറഞ്ഞത്. അതായത് അവന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവനെ നീ സഹായിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ മറ്റ് സഹോദരന്മാരെ അപേക്ഷിച്ച് അല്പം പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ആ സഹോദരൻ. അപ്പൊ ഞാനത് കണക്കിലെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, ഞാൻ ദൈവത്തെ കാണുന്നില്ല, എൻ്റെ പിതാവ് മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഉള്ളതുപോലെ തന്നെ, അദ്ദേഹം ഉണ്ടെങ്കിൽ എന്തോ അതുപോലെ തന്നെ ഞാൻ അത് കാണുന്നു, അത് ഞാൻ അനുസരിക്കുന്നു. ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീണ്ടും ഞാനൊരു മദ്യാസക്തൻ എന്ന നിലയിൽ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനും ജീവിതം വീണ്ടെടുക്കാനും എനിക്ക് ഒരവസരം ലഭിച്ചു. ആ നിലയിൽ അങ്ങനെ ഒരവസരം എനിക്ക് ലഭിച്ചു എങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് എൻ്റെ പിതാവിന്റെ മുമ്പിൽ. എൻ്റെ പിതാവാണ് അതിന് കാരണമായത്. കാരണം എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് കുടി നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ 50 കൊല്ലം മുമ്പ് 4 പ്രാവശ്യം കുടിച്ചേച്ച് ഞാൻ കുടി നിർത്തിയത്. അപ്പൊ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് കുടി നിർത്താം. കാരണം എന്താ, എനിക്ക് മനസ്സിലായതാ, എനിക്കെല്ലാം അറിയാമായിരുന്നു. കുടിച്ചാൽ എന്താ സംഭവിക്കുന്നത്, കുടിയെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും കുടി നിർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് കുടിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്കതിന് സഹായം ലഭിച്ചിട്ടുണ്ട്. ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ ഞാൻ മാറി നിൽക്കുന്നു എങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ അംഗവൈകല്യമുള്ള സഹോദരനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സഹജീവികളുടെ ഇടയിൽ അംഗവൈകല്യം സംഭവിച്ചവരുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യാസക്തർ തന്നെയാണ്. അപ്പം ഈ മദ്യാസക്തരെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്നിൽ അർപ്പിതമാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് അറിയാൻ ഞാൻ ഒത്തിരി അങ്ങോട്ട്
തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമോ ഒത്തിരി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമോ ഞാൻ ഒത്തിരി പരതി നടക്കേണ്ട കാര്യമോ ഇല്ല. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എനിക്കൊരു മദ്യാസക്തനെ സഹായിക്കാൻ സാധിക്കും. അതിൽ ഞാനൊരു എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകമായ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോൾ, എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ഞാൻ മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാനുള്ള ഒരു അവസരം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാറില്ല. മാത്രവുമല്ല, അവസരങ്ങൾ ഞാൻ തേടി കണ്ടെത്തേണ്ടതുണ്ട്. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് ചെയ്യുമ്പോൾ, ഈ രീതിയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ, ഞാനും എൻ്റെ പിതാവുമായുള്ള ബന്ധത്തിന് ഒരു ദാർഢ്യമുണ്ടാകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും സന്തോഷം കൈവരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, പല മീറ്റിങ്ങുകളിൽ ഞാനത് ആവർത്തിച്ചിട്ടുള്ളതുമാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തപ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ഒരേ ഒരു മകൾ വളർന്നു വരുന്നത് കണ്ടപ്പോഴോ അല്ല ഞാൻ വേണ്ടപ്പെട്ടവനാണ് എന്ന് എനിക്ക് തോന്നലുണ്ടായത്. ഞാൻ വേണ്ടപ്പെട്ടവനാണ് എന്ന് എനിക്ക് തോന്നിയത് എന്നെപ്പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന മറ്റൊരു മദ്യാസക്തനെ എനിക്ക് സഹായിക്കാൻ സാധിച്ചപ്പോഴാണ് എനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്ന് എനിക്ക് തോന്നലുണ്ടായതും അതുപോലെ തന്നെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സാധിച്ചതും എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ ഈ 11ാമത്തെ പടിയിൽ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ കുറിച്ച് ജോസഫ് സാറ് പറഞ്ഞു, വിശദീകരിച്ചു. അത് മുഴുവനുമായി അദ്ദേഹം അത് വായിക്കുകയും ചെയ്തു. അത് എല്ലാവരും കേട്ടു. അത് ഞാൻ ഈ കുടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാനൊരു സത്യത്തിൽ ഞാനൊരു ഈശ്വരനില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനൊരു മതവിദ്വേഷിയായി. ഞാൻ ഈ അച്ഛന്മാരെയും അതുപോലെ തന്നെ കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ സഭാ മേലധ്യക്ഷന്മാരെയും ഒക്കെ ചീത്ത പറയുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ പലപ്പോഴും ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതി കൊണ്ട്, ജീവിതത്തിൽ വിശുദ്ധിയുള്ള ആളുകളെ കുറിച്ച് വിശുദ്ധൻ, അതായത് ക്രിസ്തുമത വിശ്വാസികളുടെ ഒരു പ്രത്യേക സങ്കല്പമാണ് വിശുദ്ധൻ എന്നുള്ളത്. അപ്പൊ ഈ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് ഞാൻ എവിടെയോ കേട്ടു, വായിച്ചു. അദ്ദേഹത്തോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നിയിരുന്നു. ബാക്കിയുള്ളവരെല്ലാം കള്ളന്മാരാണ്, പക്ഷെ അദ്ദേഹത്തെ ഞാൻ എപ്പോഴും അംഗീകരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ യഥാർത്ഥത്തില് അദ്ദേഹം ലോകത്തിന്റെ മുമ്പില് വെച്ചിരിക്കുന്ന ആ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ തന്നെ ജീവിത അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ അദ്ദേഹം നേരിട്ട കാര്യങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനും സാധിക്കും. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയില് ആദ്യം പറയുന്നു, വിദ്വേഷമുള്ളിടത്ത് ഞാൻ സ്നേഹമുള്ളവനാകട്ടെ എന്ന്. അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടാൻ ഏത് പോലീസുകാരനും പറ്റും. പോലീസുകാരെ ഒരു തമാശയായിട്ട് കളയാക്കുന്ന ഒരു പ്രയോഗമാണത് എങ്കിൽ പോലും. പക്ഷെ നമ്മളെ വെറുക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തുക, അവിടെ നമ്മൾ ആയിരിക്കുക, അത് നമ്മൾ സ്വീകരിക്കുക, ആ അവസ്ഥയെ, അതാണ് യഥാർത്ഥത്തിൽ നന്മയെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഐക്യമില്ലാത്തിടത്ത് ഐക്യമുണ്ടാകാനും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ. അത് കേൾക്കുമ്പോൾ അത് ഒരാൾക്ക് അത്ര ഒരു സ്വീകാര്യമായി തോന്നുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്തിലുള്ള സർവ്വ ആളുകൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ഭർത്താവ് പറയുന്നു ഭാര്യ സ്നേഹിക്കുന്നില്ല, ഭാര്യ പറയുന്നു ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, മക്കൾ പറയുന്നു അമ്മായിപ്പനും സകർവരും പറയുന്നത് മറ്റുള്ളവർക്ക് സ്നേഹിക്കുന്നില്ല എന്നാണ് അപ്പൊ എല്ലാവരും പറയുന്നത്. എല്ലാവരുടെ പരാതി അതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആ കാര്യം ഒന്ന് സത്യസന്ധമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. കാരണം മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഞാനത് പറയുന്നത് എന്നെ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും പലരുടെയും സ്നേഹം എനിക്ക് അരോചകമായി തോന്നിയിട്ടുണ്ട്.
അതുപോലെ തന്നെ സ്നേഹം അഭിനയിക്കുന്നവരുണ്ടാകും. അപ്പൊ മറ്റുള്ളവര് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനകരമായ ഒരു കാര്യമല്ല. പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം, എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി പറഞ്ഞത്, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ കഴിയട്ടെ. സ്നേഹിക്കപ്പെട്ടത് കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പൊ പലരും എന്നെ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് ഞാൻ പറയാ, എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ പലരും സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് അറിഞ്ഞിട്ടില്ല, ഞാനത് അറിഞ്ഞില്ല. പലരും എന്നെ സ്നേഹിച്ചു, വെറുതെ വേഷം കെട്ടിയതാണ്, അഭിനയിച്ചതാണ്. അതുപോലെ തന്നെ പലരുടെയും സ്നേഹം യഥാർത്ഥമായിരുന്നിരിക്കാം, പക്ഷെ എനിക്കത് അരോചകമായിരുന്നു. പക്ഷേ എനിക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നിയപ്പോൾ തീർച്ചയായും എൻ്റെ മനസ്സിൽ അതൊരു തണുപ്പായി എനിക്ക് അനുഭവപ്പെട്ടു. രണ്ടാമതൊരു കാര്യം, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയട്ടെ. എന്നെ ഒത്തിരി ആളുകൾ ആശ്വസിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വെള്ളമടിച്ച് പൂസായി കിടക്കുന്ന സമയത്ത്, മാഷ ഇത്ര കുടിക്കരുത്, കുടി നിർത്തണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിള്ളേരില്ലായിരുന്നു. പിള്ളേരില്ലാത്തപ്പോ എന്നോട് വഴിക്ക് വെച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഹെർപ്പീസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നു ഒരു 2-3 വർഷം മുമ്പ്. അപ്പൊ ഞാനൊരു 10-60 ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പൊ എല്ലാരും വരും, വേദനയുണ്ടോ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്കതത്ര വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. എനിക്കതൊരു ശല്യമായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പം നമ്മളെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരിക എന്ന് പറയുന്നതിനകത്ത് വലിയ കഥയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കറിയാം, എത്രയോ ആളുകൾ നമ്മുടെ കുടി നിർത്താൻ വേണ്ടി, എൻ്റെ കുടി നിർത്താൻ വേണ്ടി എത്രയോ ആളുകൾ പരിശ്രമിച്ചു, എത്രയോ ആളുകൾ അതിന് പുറകെ നടന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ എപ്പോഴാണ് നമുക്ക് ആശ്വാസം കിട്ടിയത്? AL വന്നു, കുടി നിർത്തി, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളെ കുറിച്ച് മനസ്സിലാക്കി, മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാനായി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. അവിടെ അവർ സുഖപ്പെടുന്നത് നമ്മൾ കണ്ടു, അവർ AL വരുന്നത് കണ്ടു, അവരുടെ കുടുംബാംഗങ്ങളുടെ സന്തോഷം കണ്ടു, അവർ വലിയ ആശ്വാസത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അത് നമുക്ക് വലിയ പ്രയോജനം ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ജീവിക്കാനുള്ള പ്രചോദനം കിട്ടി. നമുക്ക് വലിയ പ്രതീക്ഷ നമുക്ക് തന്നു, വലിയ ആവേശം നമുക്ക് ജീവിതത്തിൽ നിലനിർത്താനായി. അത് തന്നെയാണ് ഫ്രാൻസിസ് അസീസി പറഞ്ഞത്. അത് തന്നെയാണ് 11-ാം പടി പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ പ്രാർത്ഥനയെ കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും ഒക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. യഥാർത്ഥത്തില് സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മള് പലപ്പോഴും വലിയ ആത്മീയ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കും. അത് ഒരു സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ എനിക്കൊക്കെ അതിനേക്കാളൊക്കെ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്, ആരെങ്കിലും കാണുമ്പോൾ എന്നാ പിന്നെ നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞൊരു ചായക്കടയിലേക്ക് കയറുന്നു, ഒരു ചായ കുടിക്കുന്നു, അങ്ങനെ സന്തോഷമായിട്ട് പിരിയുന്നു. അപ്പൊ ആ തരത്തില് ഒരു മദ്യാസക്തന് മറ്റൊരു മദ്യാസക്തനോട് തോന്നുന്ന ഒരു സ്നേഹം, അപ്പൊ അത് മദ്യാസക്തനോട് തന്നെ ആകണമെന്നില്ല, ഒരു അടുപ്പം അല്ലെങ്കിൽ എന്തോ ഒരു ബന്ധം. അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യമെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. സ്വാർത്ഥതയിൽ നിന്ന് മോചനം ലഭിക്കുക. അപ്പം സ്വാർത്ഥതയിൽ നിന്ന് മോചനം ലഭിക്കുമ്പോൾ നമ്മൾ നിസ്വാർത്ഥനാകും. നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ത്യാഗ മനോഭാവം അദ്ദേഹത്തിനകത്ത് ഉള്ളിൽ വരും. അപ്പൊ ത്യാഗം വരുമ്പോൾ, ത്യാഗം ഉണ്ടെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കും. അതൊരു വലിയൊരു മാറ്റമാണ്. അപ്പൊ അതൊരു ആത്മീയ തലത്തിലേക്ക് ഉയർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന, ധ്യാനം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നതിനകത്ത് നിഗൂഢമായി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടോ അല്ലെങ്കിൽ അസാധാരണമായ ഒന്നുമില്ല. അതെല്ലാം മനുഷ്യന്റെ മനസ്സും വികാരങ്ങളുമായി ബന്ധപ്പെട്ട ചില അവസ്ഥാവിശേഷങ്ങൾ മാത്രമാണത്. അല്ലാതെ മറ്റൊന്നും അതിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെങ്കിലും
ഇന്നിപ്പം ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ കയറുവാനും നിങ്ങളോടൊപ്പം എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.